യു പിയിലെ എൻകൗണ്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്പർ ഒന്നുകൂടി പറയുമോ? 800 പേര്. 800 പേര്. എന്താണ് അതിന്റെ സോഴ്സ്? പലയിടങ്ങളിലും വന്നിട്ടുള്ള പലയിടങ്ങൾ. എന്താണ് അതിന്റെ സോഴ്സ്? ഞാൻ ക്രൈം റെക്കോർഡ്സിന്റെ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞോ, അല്ല ആ കണക്ക് പറയൂ. അല്ല, സാർ പറഞ്ഞേക്കാണ്, സാറാണല്ലോ തുടങ്ങിയത്. എന്റെ സോഴ്സ് ഞാൻ വായിച്ച റിപ്പോർട്ടുകളാണ്. സുജയുടെ സോഴ്സ് എന്താണ്? 2017 മുതൽ, അതായത് യോഗി ആദിത്യനാഥ് സർക്കാർ ആദ്യമായി എത്ര പേരെ കൊന്നിട്ടുണ്ട്? ആദ്യമായി അധികാരത്തിലെത്തുന്നത് 2017 മാർച്ച് മാസത്തിലാണ് അധികാരത്തിലേൽക്കുന്നത്. അതിനുശേഷം ഇതുവരെ നടന്നിട്ടുള്ള എൻകൗണ്ടറുകളിൽ ആകെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 190 പേർ മാത്രമാണ്. അത് അലജഡ് എക്സ്ചേഞ്ച് ഓഫ് ഫയർ, അതായത് കൃത്യമായി എൻകൗണ്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ വിവിധ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഞാനും ഉദ്ധരിക്കുന്നത്. 190 പേര് ഒരു സംസ്ഥാനത്ത്. സാർ പറഞ്ഞത് 800 എന്നാണ്. 190 800 തമ്മിലുള്ള അന്തരം അറിയാത്ത ആളല്ലല്ലോ അങ്ങ്. ഇതുപോലെ നമ്മൾ കൃത്യമായ ഡാറ്റ വേണം. അതുപോലെ തന്നെ പിണറായി വിജയനെ വാഴ്ത്തുന്നതിനായി കൃത്യമായ ഒരു നറേറ്റീവ് ഇടതുപക്ഷം സെറ്റ് ചെയ്യുന്നുണ്ട്. പിണറായി വിജയനെ കഴുകരെന്ന് വിശേഷിപ്പിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കഴുകരെന്ന് പറഞ്ഞാൽ എന്താണ്? കഴുകരെന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ആണ്, അല്ലേ ഉണ്ണി സാറേ? കഴുകരെന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രതീകമാണ്? വൾച്ചർ എന്തിന്റെ പ്രതീകമാണ്? അതുപോലെ പാർട്ടിയെ നശിപ്പിക്കുന്ന ഒന്നായി പിണറായി വിജയൻ മാറാതിരിക്കട്ടെ, അതിനുവേണ്ടിയാണ് എം ടി വാസുദേവൻ നായർ ഉപദേശം കൊടുക്കുന്നത്. ബംഗാളിൽ എന്താണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത്? എത്ര വർഷം ഭരിച്ചതാണ് അവിടെ? ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ എന്താണ് അധികാരത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തായത്? കേരളത്തിൽ എം ഡിയുടെ തന്നെ ടൈറ്റിലാണല്ലോ രണ്ടാം ഊഴം കിട്ടിയിരിക്കുകയാണ് പിണറായി വിജയൻ. ഈ കാലം, അതും എം ഡിയുടെ തന്നെയാണല്ലോ ടൈറ്റിൽ. ഈ കാലത്ത് ഇത് പിണറായി വിജയന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അവിടെ ഇരുത്തി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷത്തിന് സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും. സാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ തിരുത്തൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന, അവരെ തിരുത്താൻ കഴിയും തന്റെ വാക്കുകൾക്കെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് എം ടി വാസുദേവൻ നായർ 2003 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ ലേഖനം എടുത്ത് മുൻപും പിൻപും ഓരോ വാചകങ്ങൾ മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ പറയേണ്ടതാണ് എന്ന് ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് അത് അവിടെ പറഞ്ഞത്. ഞാൻ പറയുന്നത് സുജയ്, എന്തുകൊണ്ട് എം ടി വാസുദേവൻ നായർ ഇടതുപക്ഷത്തെ തിരുത്തുന്നു? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. തിരുത്തിയില്ലെങ്കിൽ ഇല്ലാതാകും. അതെന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത്? ഇടതുപക്ഷം ഇവിടെ വേണമെന്നേ. ഇടതുപക്ഷം ഇവിടെ വേണം. ഇപ്പോ നമ്മള് ഒരാളെ കൊല്ലുന്നു, 190 പേരെ കൊല്ലുന്നു, 800 പേരെ കൊല്ലുന്നു. അല്ല, ഞാനത് 800 ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വിഷയമല്ല. അതല്ല, ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു സുജയ. ഇന്ത്യയില് ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു. എന്താണ് ഗൗരി ലങ്കേഷ് ചെയ്ത കുറ്റം? ഇങ്ങനെ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? അപ്പം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സംസാരിക്കുന്ന, ഏകാധിപത്യത്തിനെതിരായി സംസാരിക്കുന്ന എല്ലാവരെയും ആൾക്കൂട്ടങ്ങൾ ആക്രമിക്കുന്നു. ഞാൻ ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ, പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ മുൻപ് അനുമതി കിട്ടുന്ന 5 or 6 പേരല്ലാതെ എത്ര പേർക്ക് കൃത്യമായി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നുണ്ട്? ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരോടുള്ള തിരിച്ചുള്ള റെസ്പോൺസ് എന്താണ്? മാധ്യമ സ്ഥാപനത്തില് അതിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഇരുന്നിട്ട് പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാൻ കഴിയാത്ത ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജയ എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ വാർത്താ സമ്മേളനത്തിന് പോയിട്ടില്ല. പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പോയിട്ടില്ല. സുജയ്ക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടെങ്കിൽ സുജയ ഓണം പിണറായി വിജയന്റെ അടുത്ത വാർത്താ സമ്മേളനം എന്നിട്ട് ചോദ്യം ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നു ചോദിക്കണം. ഇന്നലെ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനം എപ്പോഴാണ് ഉണ്ണി നടന്നത്? 2003 അല്ല 2013. സുജയും ഞാനും തമ്മിൽ യു പിയിലുള്ള എൻകൗണ്ടർ ഡെത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടെന്ന് കൂട്ടിക്കോ. അവിടെ എൻകൗണ്ടറിലൂടെ മരിച്ച ആളുകളാണ് സുജയ പറയുന്നത് 190. 5 കൊല്ലം കൊണ്ട് 190. അതിനകത്ത് പരിക്കേറ്റവരുടെ കണക്ക് നമുക്ക് തെറ്റായി പറയാൻ പറ്റില്ലല്ലോ. വെടിവെച്ചിട്ട് പരിക്കേറ്റവര് 5591. ബുൾഡോസർ കൊണ്ട് തകർത്തത് 3650 കോടിയുടെ വസ്തുവകകളാണ്. ഈ ഇന്ത്യയിലെ സംസ്ഥാനമാണ് പറയുന്നത്, യു പിയിൽ. അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുള്ള, അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചുള്ള ആ കാര്യത്തിൽ ഞാൻ സാർ ടീച്ചറോട് പൂർണ്ണമായി യോജിക്കുന്നു. Meet the editors.